हरिः ओम्। आपदामपहर्तारं दातारं सर्वसम्पदां लोकाभिरामं श्रीरामं भूयो भूयो नमाम्यहम्। रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताया पतये नमः। मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वातात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखाद्वन्ते वाल्मीकिकोकिलम्। चरितं रघुनाथस्य शतकोटिः सविस्तरम् एकैकमक्षरं पुंसां महापातकनाशनम्। ഏവർക്കും നമസ്കാരം. അങ്ങനെ നാം മറ്റൊരു രാമായണ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പഞ്ഞക്കർക്കിടകമായി അറിയപ്പെട്ടിരുന്ന ഈ മാസത്തിനെ അധ്യാത്മമാസമാക്കി പരിവർത്തനം ചെയ്തു തന്ന നമ്മുടെ പൂർവികരെ നാം നന്ദിയോടെ വേണം ഈ വേളയിൽ സ്മരിക്കുവാൻ. എന്തുകൊണ്ടെന്നാൽ ദുരിതങ്ങൾ വരുമ്പോൾ മനുഷ്യന് ഒരു ആശ്രയസ്ഥാനം എന്നും അത്യാവശ്യമാണ്. എന്നാൽ ആ ആശ്രയം എപ്രകാരമുള്ളതായിരിക്കണമെന്ന് അവർ നമുക്ക് കാട്ടിത്തന്നു. ഉത്തര ശരണാഗതി ചെയ്തതുപോലെ നാണ്യത്വതഭയം പശ്യേ എത്ര പ്രത്യോ പരസ്പരം എന്ന ആ ചിന്തയിൽ അവരും നമുക്ക് ഈ പഞ്ഞമാസത്തിൽ രാമായണ കഥ പാനം ചെയ്യുവാനായി ആഹ്വാനം ചെയ്തു. ഇന്ന് കർക്കിടകമെന്ന് കേട്ടാൽ പഞ്ഞമാസം എന്നല്ല, മറിച്ച് അധ്യാത്മമാസം, അതായത് രാമായണ മാസമായിട്ടാണ് നമ്മുടെ മനസ്സിൽ ഓടി വരിക. അതുപോലെ ഒരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ ഭഗവാൻ നമുക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാമായണത്തിനെ നിങ്ങൾക്ക് മുമ്പിൽ പറയുവാൻ ഞാൻ ശ്രമിക്കുന്നു. എല്ലാ ഭാഷകളിലും ഏകദേശം ഇന്ന് രാമായണം സുലഭമാണ്. അതാത് പ്രദേശങ്ങളിലെ കവിശ്രേഷ്ഠർ, മുനീശ്വരന്മാർ അതാതു ഭാഷകളിൽ വിവിധ രീതിയിൽ രാമായണത്തിനെ പറഞ്ഞു വച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നാം ഇവിടെ കാണുവാൻ പോകുന്നത് ഇതിനെല്ലാം മൂലമായ വാൽമീകി രാമായണമാണ്. എന്തുകൊണ്ടാണ് വാൽമീകി രാമായണം എന്ന് ചോദിച്ചാൽ, ഇതര രാമായണങ്ങളിലെല്ലാം ഈശ്വരനെ കുറിച്ച് അഥവാ ഈശ്വരനായിട്ട് ശ്രീരാമചന്ദ്രനെ പറയുമ്പോൾ വാൽമീകി മഹർഷി മനുഷ്യൻ നരനായിട്ടാണ് ശ്രീരാമചന്ദ്രനെ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇത് വെറും ഒരു മനുഷ്യന്റെ കഥയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്നും നമുക്ക് പറയണം. ഓം തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദാംബരം നാരദം പരിപപ്രച്ഛ വാൽമീകിർമുനി പുങ്കവം എന്നു തുടങ്ങുന്ന ഈ രാമായണം പ്രണവം കൊണ്ടും തപശബ്ദം കൊണ്ടും ഈ രാമായണത്തിൻ്റെ ആന്തരികാർത്ഥം നമുക്ക് ഇവിടെ നിന്നും തന്നെ വ്യക്തമാണ്. വേദവേദ്യേ പരേ പുംസി ജാതേ ദശരഥാത്മജേ വേദപ്രാചേതസാദാസീത് സാക്ഷാത് രാമായണാത്മന എന്ന പ്രമാണവും കൂടി ചേരുമ്പോൾ ഇതിൻ്റെ പൂർണാർത്ഥം നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. ആ വേദവേദ്യനായ ആ പരമാത്മാവ് ദശരഥകുമാരനായി ദശരഥ നന്ദനനായി ജനിക്കുമ്പോൾ ഈ രാമായണം എപ്രകാരമുണ്ടെന്ന് ചോദിച്ചാൽ, വേദപ്രാചേത സാദാസീൻ, വേദം പോലെ പൗരാണികമാണ് ഈ
രാമായണവും എന്ന് അവിടെ നിന്നും നമുക്ക് വ്യക്തമാണ്. ആയത് വേദം പോലെ വാത്മീകിയിൽ നിന്നും നമുക്ക് ലോകാനുഗ്രഹത്തിന് വേണ്ടി അനുഗ്രഹീതമായതാണ് ഈ രാമായണമാകുന്ന അമൃതമൊഴികൾ. ആയതിനാൽ തന്നെ ഇത് വെറും രാമകഥ മാത്രമല്ല, ഇതിലെ ഗൂഢാർത്ഥം കൂടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് വാത്മീകി എന്ന് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യൻ എപ്രകാരം ജീവിക്കണം, എന്താണ് മനുഷ്യന്റെ ധർമ്മം എന്നെല്ലാം വാത്മീകി മഹർഷി നമുക്ക് ഇതിൽ നിന്നും പാഠമാക്കുവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. മറ്റൊന്ന്, ആ 24 അക്ഷരമുള്ള ഗായത്രി മന്ത്രത്തിനെ 24,000 ശ്ലോകങ്ങളായി വ്യാഖ്യാനിച്ചതായും നമുക്ക് കരുതാം. അങ്ങനെ ഈ രാമായണം വേദസമ്മതമായി നിലനിൽക്കുമ്പോൾ ആ വേദത്തിലെ പരമ്പൊരുളിനെ ഇവിടെ മനുഷ്യനായി വ്യാഖ്യാനിക്കുമ്പോൾ വാത്മീകി മഹർഷി നമ്മളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നത്, മനുഷ്യനാകണമെങ്കിൽ ഇതുപോലെ ജീവിക്കണമെന്നും മനുഷ്യന്റെ യഥാർത്ഥ ധർമ്മങ്ങൾ എന്താണെന്നും നമുക്ക് മനസ്സിലാക്കുവാനും പഠിപ്പിച്ചു തരുവാനും വേണ്ടി ആണ്. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രനായി അവതരിച്ചപ്പോൾ മറ്റുള്ള അവതാരങ്ങളിലെ പോലെ മറ്റു ലീലകളൊന്നും കാണിക്കാതെ പ്രൗഢഗംഭീരനായ ഒരു മനുഷ്യനായി നമുക്ക് മുമ്പിൽ ജീവിച്ചു കാണിച്ചത്. നാരദ മഹർഷിയോട് വാത്മീകി മഹർഷി ചോദിച്ചതും അതാണ്. കോന്മസ്മിൻ സാമ്രതാം ലോകെ ഗുണവാൻ കശ്ചവീര്യവാൻ എന്ന് തുടങ്ങുന്ന ശ്ലോകങ്ങളിൽ ഒരു മനുഷ്യന്റെ യഥാർത്ഥ ഗുണങ്ങളെ സൂചിപ്പിച്ച് അപ്രകാരമുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് നാരദ മഹർഷിയോട് വാത്മീകി ചോദിക്കുന്നത്. അതാണ് ഈ രാമായണം. വാത്മീകി രാമായണത്തിന് ശേഷം സംസ്കൃതത്തിൽ വന്ന അധ്യാത്മ രാമായണത്തിനെ ബന്ധപ്പെട്ടാണ് പിന്നീടുള്ള കാലങ്ങളിൽ രാമായണ കഥ രചിക്കപ്പെട്ടത്. അവിടെ ഉമാമഹേശ്വര സംവാദ രീതിയിൽ ശ്രീരാമനെ പരമാത്മാവായും സീതാദേവിയെ മായാശക്തിയുമായി വർണ്ണിച്ചു. ഇവിടെ മനുഷ്യന് വേണ്ട വ്യക്തിബന്ധങ്ങളെക്കുറിച്ച് പറയുന്നു. അച്ഛനും മകനും തമ്മിലും, അമ്മയും മകനും തമ്മിലും, സഹോദരങ്ങൾ തമ്മിലും, ഭാര്യയും ഭർത്താവും തമ്മിലുമുള്ള ദൃഢതയും ബന്ധവും എപ്രകാരമായിരിക്കണമെന്ന് രാമായണം പോലെ മറ്റൊരു ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരുന്നില്ല. എന്നിരുന്നാലും ഗ്രന്ഥകർത്താവ് കൂടുതൽ പ്രാധാന്യം നൽകിയത് പൗരധർമ്മത്തിനെയുമാണ്. ഇതെല്ലാം ഉള്ളപ്പോഴും പൗരധർമ്മം എപ്രകാരമായിരിക്കണമെന്ന് വാത്മീകി മഹർഷി നമുക്ക് പറഞ്ഞു തരുന്നു. കുടുംബം ഗ്രാമത്തിനു വേണ്ടിയും ഗ്രാമം രാജ്യത്തിനു വേണ്ടിയുമായിരിക്കണം. രാജ്യവും കുടുംബധർമ്മവും തമ്മിൽ ഇടർച്ച വന്നാൽ അവിടെ രാജ്യത്തിന് വേണം ആദ്യം പ്രാധാന്യം കൊടുക്കുവാൻ, അതിനുശേഷം ഗ്രാമത്തിന്, അതിനുശേഷമായിരിക്കണം കുടുംബ ബന്ധത്തിന് പ്രാധാന്യം നൽകുവാൻ. ഇതാണ് വാത്മീകിയുടെ ദർശനം. ഇതാണ് ശ്രീരാമചന്ദ്രൻ നമുക്ക് കാട്ടിത്തരുന്നത്. ആദ്യം തൻ്റെ പ്രജകൾ, അതിനുശേഷമാണ് ശ്രീരാമചന്ദ്രന് തൻ്റെ കുടുംബമുണ്ടായിരുന്നത്. ആദ്യം സത്യം, അതിനുശേഷമാണ് ശ്രീരാമചന്ദ്രന് തൻ്റെ അച്ഛന് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ശ്രീരാമനെ നാം മര്യാദാ പുരുഷോത്തമനെന്നും രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് വിളിക്കുന്നത്. രാമൻ എവിടെയുണ്ടോ അവിടെ സത്യമുണ്ട്. ഇതിനെ നാം ഇന്ന് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് വാസ്തവം. ഞാൻ എൻ്റെ എന്ന ഇടുങ്ങിയ ചിന്താഗതിയിൽ ജീവിക്കുവാനാണ് നാം എല്ലാവരും ഇന്ന് ശ്രമിക്കുന്നത്. രാജ്യതാത്പര്യം നമുക്ക് പരിഗണനയിൽ ഉള്ളതേയല്ല എന്നും നമ്മുടെ പ്രവൃത്തികളിൽ നിന്നും നമുക്ക് വ്യക്തമാണ്.
ഇതെല്ലാം നാം പുനർവിചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പൗരൻ എപ്രകാരം വേണം രാജ്യത്തിനെ സേവിക്കുവാൻ എന്ന് നാം ആദ്യം മനസ്സിലാക്കുക. രാജ്യം നമുക്ക് തരുന്നതിനെ മാത്രം നാം ചിന്തിക്കുന്നതിനുപരി നമുക്കെന്ത് രാജ്യത്തിന് നൽകാൻ സാധിക്കുമെന്ന് നാം ചിന്തിക്കേണ്ടതാണ്. അതിനെല്ലാം വേണ്ടിയാണ് വാത്മീകി മഹർഷി ശ്രീരാമചന്ദ്രനെ മുൻനിർത്തി വ്യക്തിധർമ്മവും പൗരധർമ്മവുമെല്ലാം എപ്രകാരമായിരിക്കണമെന്ന് നമുക്ക് പറഞ്ഞു നൽകുന്നത്. പുരാണേതിഹാസങ്ങൾ ജലം പോലെയാണ്. അവ പാത്രമനുസരിച്ച് അതിൻ്റെ ആകൃതിക്കും അതിൻ്റെ ഗുണത്തിനും വ്യത്യാസം വരുത്തുന്നു. അതുപോലെ നിർമ്മലമായ മനസ്സുകളിൽ ഈ പുരാണേതിഹാസങ്ങൾ ആനന്ദമാകുന്ന സാഗരത്തിനെയാണ് തീർക്കുന്നത്. എന്നാൽ സങ്കുചിതമായ മനസ്സുകളിൽ അവ കെട്ടിക്കിടക്കുന്ന ജലം പോലെയാണ്. അവിടെ അവർ സംശയം മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ഓരോന്നിനെയും നിരീക്ഷിക്കുന്നത്. എന്നാൽ ആ സംശയ നിവാരണത്തിന് അവർ പ്രയത്നിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനവർ മെനക്കെടുകയില്ല താനും. കഥ എന്ന രീതിയിൽ മാത്രം ഇതിനെ ഗ്രഹിക്കുവാൻ ശ്രമിച്ചാൽ ഫലം വിപരീതമായിരിക്കും. ഇതിൽ ഗ്രന്ഥകർത്താവിൻ്റെ ചിന്തയും ഗ്രന്ഥകർത്താവ് നമ്മളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നതും നാം തിരിച്ചറിയണമെങ്കിൽ ഭക്തിശ്രദ്ധാപൂർവം വേണം ആ ഗ്രന്ഥത്തിനെ നാം സമീപിക്കേണ്ടത്. അവിടെ ഈശ്വരന്റെ അനുഗ്രഹവും നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും നമുക്ക് അത്യാവശ്യമാണ്. എന്നിരുന്നാലും ഈ രാമായണം എത്ര കാലം നിലനിൽക്കും എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഇനി ആര് പഠിക്കാനാണ് എന്നാണ് പലരും ചോദിക്കുന്നത്. ഇതൊക്കെ പഠിച്ചിട്ട് എന്താണ് കാര്യം എന്നാണ് ചോദിക്കുന്നത്. എന്നാലും വാത്മീകി മഹർഷിക്ക് അതിലൊന്നും യാതൊരു സംശയവുമില്ല. അദ്ദേഹം അന്നു തന്നെ പറഞ്ഞു വെച്ചു, യാവത് സ്ഥാസ്യതിഗിരയഃ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചലിഷ്യതി എന്ന്. ഭാരതീയരുടെ ഇതിഹാസ പുരുഷൻ മാത്രമല്ല ശ്രീരാമചന്ദ്രൻ. നാനാ രാജ്യങ്ങളിൽ പോലും ശ്രീരാമനെ ആരാധിക്കുന്നത് നാം കാണാറുണ്ട്. ആയതിനാൽ തന്നെ വാത്മീകി മഹർഷി എത്രത്തോളം ആത്മവിശ്വാസത്തോടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ള ഈ രാമായണത്തിനെ പാനം ചെയ്യുവാൻ ഭഗവാൻ നമുക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, വേദവേദ്യനാണ് ആ ഭഗവാൻ എന്ന് പറയുമ്പോൾ, ഈ രാമായണം വേദപ്രാചേതമാണെന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു ഉദാഹരണം നമുക്ക് കാണുവാൻ സാധിക്കും. തുളസീദാസ് തൻ്റെ രാമചരിതമാനസത്തിൽ ബ്രഹ്മദേവനിൽ നിന്നും രാമായണത്തിന്റെ ഉദ്ഭവ കഥ പറയുന്നുണ്ട്. ആ ബ്രഹ്മദേവനിൽ നിന്നും രാമായണം ലഭിച്ചപ്പോൾ അത് 100 കോടി ശ്ലോകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ 100 കോടിയെ ദേവഗണങ്ങൾക്കും അസുരഗണങ്ങൾക്കും മനുഷ്യഗണങ്ങൾക്കുമായി വിഭജിച്ചു നൽകണം. അപ്പോൾ അതിനുവേണ്ടി നിയാമിതനായത് സാക്ഷാത് പരമശിവനാണ്. പരമേശ്വരൻ അതിനെ തത്തുല്യമായി 33 കോടി 33 കോടി 33 കോടിയാക്കി ആദ്യം വിഭജിച്ചു നൽകി. ശേഷം വന്ന ശ്ലോകങ്ങൾ വീണ്ടും 33 ലക്ഷം 33 ലക്ഷം 33 ലക്ഷമായി വീണ്ടും വിഭജിച്ചു. ബാക്കി വന്ന ശ്ലോകങ്ങൾ 33,000 33,000 33,000 വീണ്ടും വിഭജിച്ചു. പിന്നീട് 333 333 333 അങ്ങനെ വിഭജിച്ച അവസാനം വന്ന ഒരു ശ്ലോകത്തിൽ 32 അക്ഷരങ്ങളുണ്ട്. ദേവഗണങ്ങളും അസുരന്മാരും മനുഷ്യഗണങ്ങളും പറഞ്ഞു, അതിനെയും ഞങ്ങൾക്ക് വിഭജിച്ചു നൽകണം. ഭഗവാൻ അതിനെയും തത്തുല്യമായി 10 10 10 വിഭജിച്ചു നൽകി. ശേഷം വന്ന 2 അക്ഷരം ഭഗവാൻ തൻ്റെ ഹൃദയത്തിലടക്കി. അതാണ് രാമശബ്ദം. ആ രാമനാമത്തിനെയാണ് പരമശിവൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഹനുമാനും ധ്യാനിച്ചത് അതേ രാമനാമത്തിനെയാണ്. ശബരിയും അതേ രാമനാമത്തിനെയാണ് ധ്യാനിച്ചു കൊണ്ടിരുന്നത്. അത്രത്തോളം ശക്തമാണ് ആ നാമം. ആ നാമത്തിന് ഒരു വ്യാഖ്യാനം എന്ന രീതിയിൽ
ആ നാമത്തിനൊരു രൂപമെന്ന രീതിയിലാണ് ഭഗവാൻ രാമനായി അവതരിച്ചത്. അതുകൊണ്ടാണ് ഈ രാമായണ കഥയെ വേദപ്രാചേതമെന്നും പറയുന്നത്. ആയത് ആ രാമശബ്ദത്തിന്, ആ രാമനാമത്തിന്, ആ താരകമന്ത്രത്തിന് ഒരു വ്യാഖ്യാനമാണ് രാമൻ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ മനുഷ്യൻ്റെ ആ ധർമ്മവും ആ വ്യക്തിബോധവും ഭഗവാൻ നമുക്ക് കാട്ടിത്തരുന്നു. അപ്രകാരമുള്ള ഈ രാമകഥയെ നമുക്ക് ഗ്രഹിക്കുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ